എന്തൊക്കെ പറഞ്ഞാലും ഒരു റിലീസ് ഡേ അപ്പം ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? ഇല്ല, ഞാൻ പടത്തിന്റെ ഡബിങ് കഴിയുന്ന ദിവസം എന്റെ ടെൻഷൻ കഴിയും. ബിക്കോസ് അതുവരെ എനിക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ആർട്ടിസ്റ്റിന്റെ റോൾ അവിടെ കഴിയാണ്. പിന്നെ പ്രൊമോഷൻസ് അതൊക്കെ ഉണ്ട്, അതല്ല. ഒരു സിനിമയ്ക്ക് നമുക്ക് വേണ്ട കോൺട്രിബ്യൂഷൻ ഒരു ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ദിവസം ഡബിങ് കഴിയുന്ന ദിവസമാണ്. നമ്മൾ അതിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് കേൾക്കുന്ന ദിവസം തൊട്ടിട്ട് നമ്മൾ ആ ക്യാരക്ടറിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത്, ഇപ്പോൾ ഡയലോഗ് ഡെലിവറി, ബോഡി ലാംഗ്വേജ്, നമ്മളെങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നു ആ ക്യാരക്ടറിനെ, ആ ക്യാരക്ടറിൻ്റെ ഇമോഷണൽ ലെവൽസ് എന്താണ്, എങ്ങനെയാണ് ആ ക്യാരക്ടർ പല സിറ്റുവേഷൻസിനെയും ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കി നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് നമുക്ക് പറ്റാവുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശബ്ദം കൊടുക്കുന്നതോടുകൂടി അതൊരു പൂർണ്ണതയിലെത്താണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്. ഒബ്വിയസ്ലി ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ്സ് അവിടെ തീരുന്നില്ല, മനസ്സിലായി. പക്ഷെ എൻ്റെ ടെൻഷൻ അവിടെ തീരാണ്. ബിക്കോസ് അതിലും കൂടുതൽ എനിക്ക് പിന്നെ ആ സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നുമില്ല. പിന്നെ ഞാൻ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് സത്യം. പ്രൊഡ്യൂസറെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ടെൻഷൻ അല്ല. എനിക്ക് വിഷമം ചില സമയത്ത് ഒരു പടം നമ്മൾ പരമാവധി നല്ല രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് അത്യാവശ്യം പ്രൊമോഷൻ കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇതൊരു ബിസിനസ്സാണ്, നമ്മളൊരു പ്രൊഡക്റ്റിനെയാണ് നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാതെ എവിടെയെങ്കിലും കുടുങ്ങി പോവുക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമാവാറുണ്ട്. ഇപ്പോൾ ഒരു സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന പടം ഇപ്പോൾ ആമീൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട്, ഓക്കെ, ലിജോ പല്ലിശ്ശേരിയുടെ ഇതിന് മുന്നത്തെ പടം ഏതാണെന്ന് കണ്ടുപിടിച്ച് സിറ്റി ഓഫ് ഗോഡ് കണ്ടിട്ട് ആൾക്കാർ ഇപ്പോൾ വിളിച്ചിട്ട് ഭയങ്കര കാര്യം, ഭയങ്കര അന്ന് ഒരാഴ്ച പോലും ഓടിയില്ല അത് തിയേറ്ററിൽ. അന്നൊന്നും ആർക്കും വേണ്ടായിരുന്നു. ഇപ്പോഴാണ് ആൾക്കാർക്ക് അതൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോഴേ യു ഫീൽ റിയലി ബാഡ് അബൌട്ട് ഇറ്റ്.